നമസ്കാരം. സെലസ്റ്റിയൽ ജികെയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിചാലകത കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കാമർലിൻ ഓൺസ്. ഉത്പാദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം കർപ്പൂരം, നാഫ്തലിൻ. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ് ഡാഷ്. ഊഷ്മാവ്, ഇത് താപനില. മർദ്ദം കുറയുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം ഡാഷ് ആകുന്നു. മർദ്ദം കുറയുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കൂടുന്നു. ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. വാഷിംഗ് മെഷീന്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലം. പവറിന്റെ യൂണിറ്റ് വാട്ട് ഓർ ജൂൾ പെർ സെക്കൻഡ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണളവ് 42.8 ഡിഗ്രി. സൂര്യാഘാതം സൺബേൺ ഉണ്ടാകുവാൻ കാരണമായ കിരണം അൾട്രാവയലറ്റ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്ഗ്സ് ബോസോൺ. പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡ്ല. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം കറുപ്പ്. മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനം. നീല മായം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ മെയ്മാൻ. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ. ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ വില്യം ഗിൽബർട്ട്. വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായി തീരുന്ന പ്രതിഭാസം അതിചാലകത. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുത നിയമം ഓം നിയമം. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി ഏറ്റവും കൂടിയ റേഡിയോ ആക്റ്റീവ് വികിരണം ആൽഫ കിരണം. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം ഏതു പേരിൽ അറിയപ്പെടുന്നു? അൾട്രാസോണിക് ശബ്ദം. ചപ്പിളാകൃതിയിലുള്ള കുഴലുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതെന്ത്? അൾട്രാസോണിക് തരംഗങ്ങൾ. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളേവ? അൾട്രാസോണിക് തരംഗങ്ങൾ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രമെടുക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? എക്കോ കാർഡിയോഗ്രഫി. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏത്? അൾട്രാസോണിക് തരംഗം. ഒരു വസ്തു ദ്രവ്യത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവ്യം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്ലവക്ഷമ ബലം. പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ലാക്ടോമീറ്റർ അടിസ്ഥാനപരമായി ഒരു ഡാഷ് ആണ്. ഹൈഡ്രോമീറ്റർ ആണ്. പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ലാക്ടോമീറ്റർ അടിസ്ഥാനപരമായി ഒരു ഹൈഡ്രോമീറ്റർ ആണ്. ഒരു സംഭൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുമെന്ന് പ്രസ്താവിക്കുന്ന തത്വമേത്?
പാസ്കൽ നിയമം. കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കൂടുതൽ കറന്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന സെല്ലുകളുടെ ക്രമീകരണ രീതി ഏത്? സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. ഉയർന്ന വോൾട്ടതയിൽ ബാഹ്യ സർക്യൂട്ടിലെ കറന്റ് വർദ്ധിപ്പിക്കുന്ന സെൽ ക്രമീകരണ സംവിധാനമേത്? ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ. ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിന് 1906 ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ച ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. എഫ്. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചത് വാൾട്ടർ ഹണ്ട്. ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ ടിൻ ആൻഡ് ലെഡ്. വേരുകൾ മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? കേശികത്വം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം അഡ്ഹീഷൻ ബലം. പ്രഷർ കുക്കറിൽ പാചകം കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. റേഡിയോ, TV പ്രക്ഷേപണത്തിനായി ഉപയോഗിക്കുന്ന കിരണം റേഡിയോ തരംഗം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം. മഴവില്ലിൽ വയലറ്റ് നിറം കാണുന്ന കോണളവെത്ര? 40.8 ഡിഗ്രി. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ്. മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചാൾസ് എച്ച്. ടൗൺസ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി പ്രവർത്തിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ശബ്ദം. സോണാർ എന്നത് ഡാഷ് ആണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോണോഗ്രാഫ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.